ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാരറ്റും ഓട്സും ആണ്. റോസ്റ്റ് ചെയ്ത ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 8ഓളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലിടുക. അതിനുശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഫോമിലേക്ക് കിട്ടുന്നതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പുട്ടിന് മാവ് കുഴയ്ക്കുന്ന പാത്രത്തിലേക്ക് ക്യാരറ്റ് ഇടുക. റോസ്റ്റ് ചെയ്ത ഓട്സ് മിക്സിയുടെ ജാറിലിട്ട് ഒരു ഫൈനായിട്ട് അരയ്ക്കുക. മാവ് നല്ല തരി ഉണ്ടായിരിക്കണം. ഈ മാവ് എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റിലേക്ക് ഇട്ട് പുട്ടിൻ്റെ മാവ് കുഴയ്ക്കുന്ന പോലെ നല്ലതുപോലെ കുഴയ്ക്കുക. ഇത് നല്ല കട്ടയുണ്ടാവും. ഇത് മാറുന്നതിനായിട്ട് വീണ്ടും മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടി അരച്ചാൽ മതിയാവും. ഇത് നമ്മളുടെ പുട്ട് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി കൂടിയാണേ. പുട്ട് കുത്തിയെടുത്ത് ആവശ്യത്തിന് തേങ്ങയൊക്കെ വെച്ച് മാവ് ഫില്ല് ചെയ്ത് സാധാരണ രീതിയിൽ പുട്ട് പുഴുങ്ങുന്ന പോലെ തന്നെ നമുക്ക് ഈ പുട്ടും പുഴുങ്ങിയെടുക്കാം. ഈ പുട്ടിൻ്റെ മണം ഒരു പ്രത്യേകതയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ആ റോസ്റ്റ് ചെയ്തതിൻ്റെയും ക്യാരറ്റിൻ്റെയും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു മണമാണ്. നിങ്ങൾക്ക് ഈ മണം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ പുട്ടിൻ്റെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് മതിയാവും. പെട്ടെന്ന് തന്നെ ആവി വരും കേട്ടോ. ഞാൻ കുക്കറിലാണ് പുട്ടുണ്ടാക്കാറ്. അതെനിക്ക് വളരെ പെട്ടെന്ന് ജോലി തീർക്കാനായിട്ട് സഹായിക്കും. രണ്ട് പുട്ട് അങ്ങനെ പെട്ടെന്ന് ഞാൻ എല്ലാ പുട്ടുകളും റെഡിയാക്കിയിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. രണ്ട് മോള് വന്ന് പുട്ടൊക്കെ എടുത്തു. പുട്ടും പഴമാണ് ഇന്ന്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഓൾ.